ഇന്നത്തെ എപ്പിസോഡ് പൊളിച്ചടിക്കിയ ഒരു എപ്പിസോഡായിരുന്നു. ഇന്ന് സ്കോർ ചെയ്തവർ അക്ബർ, ഒനീൽ, ബിന്നി എന്നിവരാണ്. പണി മേടിച്ചു കൂട്ടിയവർ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ലക്ഷ്മി, കുണുങ്ങി മസ്താനി, പിന്നെ ക്യാപ്റ്റൻസിൻ്റെ കാര്യത്തിൽ നെവിനും. കിട്ടിയ തിരിച്ചു കൊടുക്കും, അതാണ് അക്ബർ. ഇന്ന് ആദ്യത്തെ കാര്യം ചോദിച്ചത് വൈൽഡ് കാർഡ് എൻട്രീസ് നമ്മുടെ ഓൾറെഡി വീട്ടിലുള്ളവർക്ക് കൊടുത്ത പണിയെ കുറിച്ചാണ്. ആദ്യം പണി കിട്ടിയത് നമ്മുടെ അക്ബറിനാണ്. ഇനി ക്യാപ്റ്റൻ ആകാൻ പറ്റില്ല. അപ്പോൾ ലാലേട്ടൻ അതിനെക്കുറിച്ച് അക്ബറിനോട് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം എന്തുകൊണ്ടാണ് അക്ബറിന് ഇത് കൊടുക്കാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, പിന്നെ ഭക്ഷണം കഴിക്കുന്ന നാവുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും അക്ബർ ട്രിഗറായി. പിന്നെ ലക്ഷ്മിനെ പിടിച്ച് വലിച്ചു കീറുന്ന സീനായിരുന്നു. ഈ പറയുന്ന ആൾ തന്നെയാണ് നമ്മുടെ അനീഷേട്ടൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ടതും പിന്നെ അല്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങി. ലക്ഷ്മി ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞു, അക്ബർ പിടിച്ചങ്ങ് മാന്തി എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ബിന്നിൻ്റെ ഫയറിംഗ് ആയിരുന്നു നമ്മുടെ നെവിനെതിരെ. നെവിൻ ഒരു ക്യാപ്റ്റനായി ചെയ്തിട്ടേ ഇല്ല, നല്ല രീതിയിൽ പാർഷ്യാലിറ്റി ഉണ്ടായിരുന്നു, പിന്നെ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ലാലേട്ടൻ തന്നെ പറഞ്ഞു, ഇനി വരുന്ന ക്യാപ്റ്റന്മാർക്ക് ഇതെല്ലാം നിങ്ങൾ നോക്കി കണ്ട് ചെയ്യണമെന്നുള്ള രീതിയിൽ മാത്രമേ പറയേണ്ടി വന്നുള്ളൂ. അത്ര വൃത്തിയായിട്ട് ബിന്നി അത് സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം ബിന്നി ഫയർ ചെയ്തത് മസ്താനിൻ്റെ ക്യാപ്റ്റൻസിനെ കുറിച്ചാണ്. മസ്താനിക്ക് ആദ്യത്തെ 3 ദിവസം ഞാനാണ് പറഞ്ഞു കൊടുത്തത്. അതിനുശേഷം 4ാമത്തെ ദിവസം മസ്താനിനോട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പം മസ്താനി റൂൾ ചെയ്യുക ഒരു ബോസി ആറ്റിറ്റ്യൂഡായിരുന്നു. ബിന്നി ഇന്ന് ഓൺ ഫയർ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം നിവിന് കൊടുത്തു, പിന്നെ നമ്മുടെ മസ്താനിക്ക് കൊടുത്തു. എനിക്ക് തോന്നുന്നു ബിന്നിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പാണിയൊക്കെ പോയപ്പോഴേക്കും ഇനി ഇങ്ങനെ സേഫായിട്ട് നിന്നാൽ റെഡിയാവില്ല, പറയേണ്ട കാര്യങ്ങൾ തുറന്നടിച്ച് പറയണമെന്ന്. പിന്നെ ഓൾറെഡി ഒരു ചൊരുക്കുണ്ട് മസ്താനിയോട് ഇന്നലത്തെ കാര്യത്തിൽ, അപ്പാണീൻ്റെ കാര്യത്തിൽ. സോ അതും കൂടെ അങ്ങ് ഫയർ ചെയ്തങ്ങ് പറഞ്ഞു. പിന്നെ നമ്മുടെ കുണുങ്ങി മസ്താനിക്ക് കൊടുത്ത 2 ആഴ്ചത്തേക്കുള്ള എവിക്ഷനും അതിനുശേഷം 2 ആഴ്ച പെട്ടിങ് കൂടി ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഡൗൺ ആയി. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതേപോലെ തന്നെയായിരുന്നു ഒനിയിലും. ഈ ലക്ഷ്മിയും മസ്താനിയും കൂടെ നമ്മുടെ രാത്രിത്തെ വെസൽ ക്ലീൻ ചെയ്യാത്തതും പിന്നെ ഭക്ഷണം ഉണ്ടാക്കിയതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങി. ഒനിയിൽ 2 പേരെ നല്ല രീതിയിലാക്കി വിട്ടു. ഒനിയിൽ ആക്കിയത് അവർക്ക് മനസ്സിലായോ എന്നാണ് സംശയം. അവർക്കാണെങ്കിൽ ഒന്നും ഇട്ട് ഉണ്ടാക്കാനും അറിയത്തില്ല, പക്ഷേ പറയുന്ന കാര്യങ്ങൾക്ക് 100 നാവും. ഇന്ന് ആകെ മൊത്തം പറയുകയാണെങ്കിൽ ലക്ഷ്മി ആറ്റിറ്റ്യൂഡ് പിടിച്ചു നിന്നു, ലാലേട്ടനും ആക്കി വിട്ടു, കൂടെ ഉള്ളവരും ആക്കി വിട്ടു. മസ്താനി കുണുങ്ങി നിന്നു. മസ്താനിക്ക് കിട്ടേണ്ട പണി നല്ല രീതിയിൽ കിട്ടുകയും ചെയ്തു. ഇനി നടന്ന എവിക്ഷനാണ്. അത് എക്സ്പെക്റ്റഡ് ആയിരുന്നു. പിന്നെ ശൈത്യമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ക്യാരക്ടറുള്ള പുള്ളിക്കാരിയാണ്. ഈ അനുമോളുടെ നിഴലായി നിന്നു പോയി, അതാണ് ആകെ ചെയ്തൊരു കുറ്റം. അല്ലെങ്കിൽ നല്ല രീതിയിൽ വരേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. ഈ ആഴ്ചയിൽ അത് കുറച്ചും കൂടെ പ്രകടമായതാണ്. നമ്മൾ ആ ഓണത്തിൻ്റെ പൂക്കളം ടാസ്കിലൊക്കെ അനീഷിനെയൊക്കെ പിന്നെ തിരിച്ച് പറഞ്ഞു നിർത്തുന്ന കാര്യങ്ങളൊക്കെ അത്രയും നല്ല വോയിസ് ഉള്ളൊരു വ്യക്തിയാണ്. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം, അത്രേ പറയാനുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.